നമസ്കാരം കൂട്ടുകാരെ, ഗോൾഡ് വിന്നർ പ്രസൻസ് മാസ്റ്റർ ഷെഫ് പിള്ളയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വൈവിധ്യങ്ങളുടെ നാട്ടിൽ രുചി വൈഭവങ്ങളുടെ അപൂർവ കാഴ്ചകളുമായി ഞാൻ എത്തുകയാണ്. എന്നോടൊപ്പം കുറേ അതിഥികളും. നമുക്കിന്നൊരു അതിഥിയുണ്ട്, ഒരു അതിഥിയെ സ്വീകരിക്കാം. മാനസ, വെൽക്കം. ഹായ് ഷെഫ്. ഹായ്, നമസ്കാരം. നമസ്കാരം. ഒരുപാട് നാളായിട്ട് കാണണമെന്ന് വിചാരിച്ച ഒരാളാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ മാത്രമല്ല എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും എന്ത് കുക്ക് ചെയ്യണമെങ്കിലും ആദ്യം നോക്കുക ഷെഫിന്റെ റെസിപ്പീസ് ആണ്. താങ്ക് യു. നമ്മുടെ എന്തെങ്കിലും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ വീട്ടിൽ? ആണ്. അപ്പം മാനസയുടെ കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഡിഷ് ഇന്ന് ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ പറയൂ, 2024 എങ്ങനെയായിരുന്നു? 2024 ഭയങ്കര നല്ല എന്താ വിഭവ സമൃദ്ധം ആയി വരട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വർഷം എങ്ങനെയാണ് കാണുന്നത്? എന്തൊക്കെയാണ് പുതിയ പ്രൊജക്ടുകൾ? ഇപ്പൊ ഞാൻ തെലുങ്കിലാണ് രാം ഗോപാൽ വർമ്മ സാറിന്റെ മൂവിയാ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ റിലീസിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, പഠിച്ചതും വളർന്നതൊക്കെ ദുബായിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കൊച്ചിയിലേക്ക് വന്നു. അപ്പോൾ ദുബായിൽ നിന്നുള്ള ആ ഒരു സ്കൂൾ ജീവിതം, അല്ലെങ്കിൽ അവിടെ പഠിച്ചിട്ടുള്ളൊരു മലയാളി എന്ന നിലയിൽ തിരിച്ച് കേരളത്തിലേക്ക് വരുന്നു, കൊച്ചിയിലേക്ക്, എന്താണ് അതിൻ്റെ ഒരു വ്യത്യാസം? എനിക്ക് കൊച്ചിയിൽ വന്നപ്പോൾ അങ്ങനെ എനിക്കൊരു മേജർ ഡിഫറൻസ് തോന്നിയില്ല. എനിക്ക് കുറേയൊക്കെ അതേപോലെയൊക്കെ തന്നെയാണ് തോന്നിയത്. പിന്നെ എനിക്ക് തോന്നുന്നു ദുബായിൽ വളരുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ മലയാളിയാണ് അവിടെ ഇവിടെ ഉള്ളതിന്നും ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഓണം നമുക്ക് ഭയങ്കര സെലിബ്രേഷൻ. ഓണം ഒരു കുറഞ്ഞ ഒരു 6 മാസം ആഘോഷം. തെലുങ്കിലെ വിശേഷം, ഇപ്പം കേരളത്തിലെ സെറ്റുകളിലൊക്കെ പോയി, ലൊക്കേഷനിലൊക്കെ പോയി, അപ്പോൾ തെലുങ്കിലെ വലിയൊരു ക്യാൻവാസിൽ ഇപ്പോൾ രാം ഗോപാൽ വർമ്മ സാറിൻ്റെ ഒക്കെ മൂവി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹം ചെയ്ത ചിത്രങ്ങളൊക്കെ. അപ്പോൾ തെലുങ്കിലെ ആ അനുഭവം എങ്ങനെയായിരുന്നു? ഇപ്പൊ ഷെഫിനോടാണ് അവിടുത്തെ ഫുഡിനെ പറ്റി പറയൂ. ആന്ധ്ര ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? ഒരുപാട്. അടിപൊളിയല്ലേ? സ്പൈസി ഒക്കെ? എനിക്ക് സ്പൈസി ഫുഡ് ഏറ്റവും ഇഷ്ടപ്പെട്ട. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ നിങ്ങൾ ദുബായിൽ, അവിടെ നമ്മുടെ കേരള ഫുഡ് ഏറ്റവും ബെസ്റ്റായിട്ട് ദുബായിലും കിട്ടും. ചിലപ്പോൾ ഇതിനെക്കാട്ടി കൂടുതലായിരിക്കും അവിടെ ഉള്ളത്. എല്ലാ നല്ല ഇൻഗ്രീഡിയൻസ് ഇവിടുന്ന് കിട്ടുന്നതിനെക്കാട്ടി നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും അവിടെ ഉള്ള. സൂപ്പർ മാർക്കറ്റ് ആയാലും ഷോപ്പിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഇൻഗ്രീഡിയൻസ് കേരളത്തിലെ നന്നായിട്ടുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്ന ദുബായിലാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച ഒരാളെന്ന നിലയിൽ ഇപ്പോൾ തെലുങ്കിൻ്റെ ഒരു ഭക്ഷണം അവിടെ നമ്മൾ പൊതുവേ അതെല്ലാവരും കഴിക്കുക. അപ്പോൾ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ പോകുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ട് ഒരു ആന്ധ്ര ക്വിസിൻ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും തോന്നുന്നത്? വെജിറ്റേറിയൻ നോക്കുകയാണെങ്കിൽ അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ പനീറിൽ തന്നെ അവർക്കൊരു ഒരു 20-25 ഡിഷസ് ഉണ്ടാവും. അപ്പൊ അത്രയും ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ ഉണ്ടല്ലേ വെജ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന്. ഞാൻ എപ്പോഴും ഈ ഷോയ്ക്കകത്ത് വരുന്നവരുടെയൊക്കെ നമ്മുടെ പ്രൊഫൈൽ തരും. അപ്പോൾ അവർ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഈ ഡിഷൊക്കെ ചൂസ് ചെയ്യുക. നോക്കുമ്പോൾ ഇന്ന് വെജിറ്റേറിയൻ ഉണ്ടാക്കണമെന്ന്. എന്താണ് ഈ വെജിറ്റേറിയൻ ആവാനുള്ള കാര്യം? അത് ആദ്യം ചെറുപ്പം മുതലേ വെജിറ്റേറിയൻ ആണോ, അതോ എന്തായിരുന്നു വെജിറ്റേറിയൻ്റെ? എനിക്ക് മീറ്റ് അങ്ങനെ വലിയ താല്പര്യമില്ല, പക്ഷെ മുട്ട ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞൊരു 4 വർഷം മുമ്പ് ഞാൻ ഒരു പോൾട്രി ഫാമിൽ പോയി. അപ്പൊ അവിടെ കണ്ടു വന്നതിന് ശേഷം പിന്നെ എനിക്ക് മുട്ടയും കഴിക്കാൻ പറ്റില്ല, കോഴിയും വേണ്ട. അങ്ങനെ ഇപ്പൊ മീറ്റ് കംപ്ലീറ്റ്ലി ഒഴിവാക്കി. സീ ഫുഡ്, മത്സ്യം ഇല്ല, അതുകൊണ്ടേ ഇല്ല. ആകെ കൂടെ ചിക്കൻ ഈറ്റർ ആയിരുന്നു, അത് മാറ്റി. മുട്ടയും മാറ്റി. വീഗൻ ആണോ? അല്ലല്ലോ. പിന്നെ ഞാൻ പനീറാണ് എന്റെ മെയിൻ. ആകെ പനീർ കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ മനസ്സൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ വെജിറ്റേറിയൻ, കാരണം എനിക്കും ഇഷ്ടം ഈ സീ ഫുഡൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്, കൊടുക്കാൻ ഭയങ്കര സന്തോഷമാണ്. വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കി ഒരാളെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ചലഞ്ച്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് നമ്മുടെ ടീം പറഞ്ഞത് പുള്ളിക്കാരത്തേക്ക് ഒരു യാത്രയിലൊക്കെ പോയതാണ്. ഇപ്പോൾ ദോശയൊക്കെ നമ്മൾ കഴിക്കും. അപ്പോൾ ദോശ കഴിക്കുമല്ലോ. ദോശയ്ക്കകത്ത് മസാല ദോശ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ്. അപ്പോൾ മസാല ദോശ പൊതുവേ എന്താണ്, പൊട്ടറ്റോ വെച്ചിട്ട് അതിനകത്ത് നല്ല ഗ്രീൻ പീസൊക്കെ ഇട്ടാണ്. അപ്പോൾ ഇതിനകത്തൊരു ഫ്യൂഷനായിട്ട് സ്വീറ്റ് പൊട്ടറ്റോ വിത്ത് പംകിൻ മസാല ദോശയുടെ ആ മസാല ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കി തരാൻ. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് മാനസ പാട്ട് പാടുമെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് 1-2 പാട്ട് ഇഷ്ടത്തോടെ പാടണം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാട്ട് പാടിക്കും, അപ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ സെറ്റിംഗ് തുടങ്ങും. ഒരു കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നിങ്ങൾ ഇതിപ്പോൾ എത്രയോ പാട്ട് ഇഷ്ടപ്പെട്ട പാട്ട് പാടാം. എന്നാൽ ഞാൻ ഷെഫ് തുടങ്ങുന്ന സമയം കൊണ്ട് ഞാൻ ഒരു പാട്ട് പാടാം. ഓക്കെ, ഇറക്കി വിടും. ഉറപ്പായിട്ട് എന്തായാലും ഇത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. പാടിക്കോളൂ, ഇഷ്ടപ്പെട്ട പാട്ട് പാടിക്കോളൂ. മൂങ്കിൽ തോട്ടോ മൂലെ ഹവാസോ നിറഞ്ച മൗനോ നീ പാടും ഗീതോ പൗർണമീരവ് പനി വീഴും കാട് ഒത്തയടിപ്പാത உன் கூட பொடி நட இது போதும் எனக்கு இது போதுமே வேறென்ன வேணும் நீ போதுமே. ഇത്രയും നാണത്തോടു കൂടിയാണ്, നല്ല അടിപൊളിയായിട്ടാണ് പാടുന്നത്.
ഇത് ഞാൻ ദോശ നോക്കി ദോശ പാട്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഒരു ബട്ടറിനകത്ത് നമ്മൾ ഈ പംകിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം മത്തങ്ങ കിട്ടും, അല്ലെങ്കിൽ ബട്ടർനട്ട് സ്ക്വാഷ് കിട്ടും, അതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുക്കും. അത് കാരണം ഇതൊരു ബൈറ്റായിട്ട് കിട്ടും. പക്ഷേ സ്വീറ്റ് പൊട്ടറ്റോ നേരത്തെ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുന്നതല്ല. സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് ചക്കരവള്ളി, തമിഴ്നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചക്കരവള്ളി എന്നാണ് അതിന് പറയുക. മധുരക്കിഴങ്ങ് അത് സാധാരണ പുഴുങ്ങിയൊക്കെ ആളുകൾ പണ്ട് കാലത്ത് കഴിച്ചാണ്. പക്ഷേ ഈ പൊട്ടറ്റോ മസാലയ്ക്കകത്താകുമ്പോൾ കുറച്ച് സ്വീറ്റ് ആൻഡ് ആ ഒരു രീതി ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് കൊടുക്കാൻ ഭയങ്കര നല്ലൊരു സംഭവമാണ് ഇതിൻ്റെ സ്റ്റഫിങ് ആയിട്ട്. അപ്പോൾ ആദ്യം ബട്ടറിനകത്ത് നമ്മൾ ഇവിടെ കുറച്ച് ഒരു പംകിൻ, ജസ്റ്റ് പംകിനും കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് കൂടെ ഇടുകയാണ്. ഓക്കെ, അതൊന്ന് സോട്ടായിട്ട് വരുന്നു. അപ്പോഴത്തേക്ക് നമുക്കിവിടെ അതിൻ്റെ മസാല എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. മനസ്സ് കുക്ക് ചെയ്യാറുണ്ടോ? ഞാൻ അത്ര കുക്കിംഗ് വീഡിയോസ് ഇഷ്ടം പോലെ കാണും. പക്ഷെ അത് കണ്ടിട്ട് എപ്പോഴെങ്കിലും ഒന്ന് ഇൻസ്പയർ ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു നോക്കണം. അത് പൊതുവേ നിങ്ങളുടെ തിരക്ക് എനിക്കറിയാം. അപ്പോൾ അതനുസരിച്ച് അങ്ങനെ സമയം കിട്ടില്ല. കുക്കിങ്ങിന് നമുക്ക് കുറേ കൂടെ സമയം വേണം. അപ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ടല്ലേ, റീൽസൊക്കെ കുറേ ബ്ലോഗേഴ്സിൽ നല്ല കാണുമ്പോൾ കൊതിയാവും കഴിക്കാൻ. അത് ഉണ്ടാക്കി നോക്കണമെന്ന് തോന്നാറുണ്ടോ, അതോ ഭയങ്കര അത് കുക്കിംഗ് താല്പര്യമില്ലാത്തതുകൊണ്ട് ഒഴിവാക്കി വിടുകയാണ്? ഒരിക്കൽ ഞാൻ ലോക്ക്ഡൌൺ സമയത്ത് ഉണ്ടാക്കി. അതിങ്ങനെ കേക്കിന്റെ ബാറ്റർ എല്ലാം മിക്സ് ചെയ്ത്. അതെല്ലാവരും ലോക്ക്ഡൌൺ സമയത്ത് ഇനി ബേക്കറായിട്ടുള്ള ഇല്ലാത്തവരായിട്ട് ആരുമില്ല. മലയാളികൾ ഏറ്റവും കൂടുതൽ ബേക്കിംഗ്, അതിൻ്റെ ഒരു തെളിവാണ് ഏറ്റവും കൂടുതൽ ബേക്കറി പ്രൊഡക്ട്സ് സെല്ല് ചെയ്ത് ലാസ്റ്റ് 4 ഇയേഴ്സിൻ്റെ ഒരു ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ അത്രമാത്രം ബേക്കേഴ്സ് കൂടി, ബേക്കറികൾ കൂടി. എൻ്റെ കേക്ക് വൻ പരാജയമായിരുന്നു. അത് ആദ്യമായിട്ട് നമ്മൾ എന്ത് സാധനങ്ങൾ ചെയ്താലും. ഷെഫിനുണ്ടോ അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാക്കി ചീറ്റിപ്പോയ? പിന്നെ എത്രയോ സംഭവങ്ങളുണ്ടാകും. പക്ഷെ അങ്ങനെ ചീറ്റിപ്പോകുന്നല്ല, നമ്മൾ പുതിയ റെസിപ്പികൾ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ കറക്റ്റ് ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ മെത്തേഡ് അല്ലെങ്കിൽ അതിൻ്റെ റെസിപ്പിയുടെ ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പിഴയ്ക്കാറുണ്ട്. അത് പക്ഷേ 1-2 തവണ ചെയ്യുമ്പോൾ ഒരു തവണ ഫെയിലിയർ എന്ന് പറഞ്ഞിട്ട് പിന്നെ നിർത്തിയോ അതോ വീണ്ടും ട്രൈ ചെയ്തോ? അതോടെ നിർത്തി. അപ്പം വീട്ടിൽ അമ്മയാണോ എല്ലാം ഉണ്ടാക്കി തരിക? അമ്മ ഉണ്ടാക്കി തരുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു. എപ്പോഴെങ്കിലും ഒരു മിസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ലോങ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് കുറേ ദിവസം വീട്ടിൽ നിന്നൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്ക് അമ്മയുടെ ആ ഭക്ഷണം കഴിച്ചേ മതിയാവും തോന്നുന്ന ആ ഒരു ഭക്ഷണം എന്തായിരിക്കും? എനിക്ക് എനി ടൈം എനി ഡേ പനീർ കറിയും ചപ്പാത്തി. വെജിറ്റേറിയൻ ആയിട്ട് എപ്പോൾ പനീറിൻ്റെ ഒരു പനീർ എനിക്ക് ഇഷ്ടം. ഓക്കെ, ആദ്യം നമ്മൾ കുറച്ച് കടുക് ഇങ്ങനെ ഇട്ടു. ഓക്കെ, കടുക് പൊട്ടുന്ന സമയത്ത് ഇതിനകത്തൊരു ഈ ഉഴുന്ന് പരിപ്പ് ഇതിൻ്റെ ഒരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ ഇടും. ഓക്കെ, ഈ ഒരു സംഭവത്തിൽ കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ടു. ഷെഫ് ഏത് വയസ്സ് മുതൽ ഇങ്ങനെ കുക്ക് ചെയ്ത് തുടങ്ങി? അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തുടങ്ങി? ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ അമ്മയുടെ കൂടെ ഒക്കെ ഇരുന്ന് കുക്ക് ചെയ്തെങ്കിലും ഒരു ഈ കുക്കിങ്ങിലേക്ക് മാറിയത് ജോലി ചെയ്തതിന് ശേഷം റെസ്റ്റോറൻറ്റിൽ പോയി അവിടെ വെയിറ്ററായിട്ട് നിന്നതിനിടയിൽ കിച്ചണിൽ സമയം കിട്ടിയപ്പം ആ ഷെഫുമാരൊക്കെ കുക്ക് ചെയ്യുന്ന കണ്ടുപഠിച്ച് കയറിയതാണ്. അപ്പോൾ ഷെഫ് മാസ്റ്റർ ഷെഫാണല്ലോ. ഷെഫിന് വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടപ്പെടും? പിന്നെ അതല്ല ഏറ്റവും ഇഷ്ടം. നമുക്കിപ്പം എത്ര ഇനിയിപ്പം ലോകത്തൊരു കാര്യമുണ്ട്, ഭക്ഷണം ആരെങ്കിലും നമുക്ക് ഉണ്ടാക്കി സന്തോഷമുള്ളത് തരുന്നതാണ് ഏറ്റവും. അതിപ്പോൾ ഷെഫായാലും ആരായാലും വേറൊരാൾ ഉണ്ടാക്കി തരുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. പക്ഷേ ഇത് നമ്മുടെ പ്രൊഫഷനായിട്ട് നമ്മൾ കൂടുതൽ കുക്ക് ചെയ്യുന്നത് മാത്രം. അതിനകത്ത് ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതേ എണ്ണയ്ക്കകത്ത് കടുക് പൊട്ടിച്ചു, കുറച്ച് ഉഴുന്ന് പരിപ്പ്, ചുമന്നുള്ളി, ഒരല്പം ഇഞ്ചി, അതുപോലെ നിങ്ങളുടെ എരിവിന് കണക്കിന് പച്ചമുളക് ഇടാം. ഇത് കാരണം ഇതൊരു കുറച്ച് സ്വീറ്റായിട്ട് വരുന്നതാണ്. അപ്പം ഗ്രീൻ ചില്ലിയാണ് ഇതിനകത്ത് ആ സ്പൈസിനെ ബാലൻസ് ചെയ്യേണ്ടത്. ഇതിന് കാരണം ആ മത്തങ്ങയ്ക്കും സ്വീറ്റ് പൊട്ടയ്ക്കും ഒരിത്തിരി മധുര രസം ഉണ്ടാവും. കുറച്ച് വത്തൽമുളക്, കറിവേപ്പില, ഇതെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. സോ ദേ നമ്മൾ അതിനകത്ത് ഉള്ളിയും ഇതെല്ലാം കറക്റ്റായിട്ട് വന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ടർമറിക് പൗഡർ ഇട്ട് ഇതിനെ സോട്ട് ചെയ്തിട്ട് ഈ ബോയിൽ ചെയ്ത സ്വീറ്റ് പൊട്ടറ്റോ, ജസ്റ്റ് സോൾട്ട് ഇട്ടിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ ആണ്. അപ്പോൾ അതിനെ നമ്മളൊന്ന് മാഷ് ചെയ്യുന്നു. ഷെഫ് ഇപ്പം എന്താ സജസ്റ്റ് ചെയ്യുക ഇപ്പം കുക്കിംഗ് തുടങ്ങുന്ന ഒരാൾക്ക് ഈസിലി കുക്ക് ചെയ്യാൻ? അല്ലെങ്കിൽ ഈസിലി, അതായത് എല്ലാവരും പറയും ഏറ്റവും ആദ്യമായിട്ടൊക്കെ നമ്മൾ കുക്കിംഗ് തുടങ്ങുമ്പോൾ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റെസിപ്പിയൊക്കെ കണ്ടിട്ട് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അതൊന്നും ട്രൈ ചെയ്യാതെ ഏറ്റവും സിമ്പിൾ ഒരു ചമ്മന്തി അരച്ച് തുടങ്ങുക. അപ്പോൾ നമുക്കൊരു കാര്യം നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും നന്നായിട്ട് ചെയ്യാൻ തോന്നും. അപ്പോൾ ഒരു ഫെയിലിയർ ആയിട്ടുള്ള എല്ലാവർക്കും പറ്റുന്ന ഈ റെസിപ്പിയൊക്കെ ഇതുപോലെ കണ്ടിട്ട് കുറേ പാത്രങ്ങളൊക്കെ പോയി വാങ്ങിച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എല്ലാ സാധനവും ഷോപ്പ് ചെയ്ത് ഒരു ഫുൾ ബാസ്ക്കറ്റ് നിറയെ സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവരും. എന്നിട്ട് ഇത് കട്ട് ചെയ്യാനും കൃത്യമായിട്ട് സ്ട്രെസ്സായിട്ട് ഒരു 2 ദിവസം കൊണ്ട് ഫെയിലിയർ ആയിട്ട് പിന്നെ അടുക്കള കയറാനേ ഭയമാവുകയാണ്. അപ്പോൾ ഏറ്റവും
സിമ്പിളായിട്ട് ഇപ്പോൾ അമ്മ ഉണ്ടാക്കിയ ഒരു ചമ്മന്തി, ഒരു പപ്പടം കാച്ചിയാൽ, ഒരു ചായ ഉണ്ടാക്കി അത് എൻജോയ് ചെയ്ത് സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് വരും. അപ്പോൾ നമ്മൾ തന്നെ കുക്ക് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇപ്പം എത്രയൊക്കെ ഫുഡ് മറ്റുള്ളവർ ഉണ്ടാക്കിയാലും എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ എരിവിൻ്റെ ഒരു അളവ് നിങ്ങൾക്കറിയാം. ടേസ്റ്റ് ചെയ്ത് ഇതാണ് എൻ്റെ എരിവ് കറക്റ്റ്, ഇതാണ് എൻ്റെ പുളിയുടെ അളവ്, ഇതാണ് എനിക്കൊരു മധുരസം വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ഡിഷിനകത്ത് ഇത്രയും സവർ വേണ്ട, അതൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്നത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്, ഒരു റോസ്റ്റ് പരുവത്തിലുണ്ടോ, ആ റോസ്റ്റ് ആയിട്ടുള്ള ഇതുകൂടെ ഇതിനകത്ത് ആഡ് ചെയ്തു. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഷെഫ് ഉണ്ടാക്കുന്ന എല്ലാ ഡിഷസും വിത്ത് ലവ് ആണോ? ഡെഫിനറ്റ്ലി. അപ്പോൾ നമ്മൾ സ്നേഹത്തോടു കൂടി നമ്മുടെയൊക്കെ വീട്ടുകൾ പണ്ടൊക്കെ അറിയത്തില്ലേ, അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന അവർക്ക് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വീട്ടിലുണ്ടായിട്ടല്ല. ഇതിപ്പം ഹോട്ടലിലൊക്കെ പോയി ഹോട്ടലിൽ ഒരു കിച്ചണിനകത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു ഡിഷ് ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവണമെന്നില്ല. എന്നാലും നമുക്ക് വീട്ടിലെ ഭക്ഷണം ഇഷ്ടപ്പെടുന്നത് അവരെൻ്റെ മോക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടണമെന്നും പറഞ്ഞിട്ട് ചിന്തിച്ചുണ്ടാക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭർത്താവിനും മകൾക്കും ഒക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ആ ഒരു വീട്ടിൽ അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ മുത്തശ്ശിയോ ആരൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോഴും ആ ഒരു സ്നേഹം ചാലിച്ചുണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റ് നമുക്ക് തോന്നുന്നതാണ്. അപ്പോൾ ആ സ്നേഹം എന്ന് പറഞ്ഞത് ഭക്ഷണത്തിനകത്ത് വരണം. ഷെഫിന് ഏറ്റവും സ്നേഹത്തിൽ ഉണ്ടാക്കി തരുന്ന ആളാരാ? അത് അമ്മയും ഭാര്യയും അതുപോലെ എല്ലാവരും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഷെഫ് എന്ന നിലയിൽ ഒരിടത്ത് ഓരോ വീട്ടിൽ, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വയനാട്ടിലൊരു വീട്ടിൽ പോയി. അപ്പോൾ വയനാട്ടിൽ ഞങ്ങളൊരു പുതിയ റെസ്റ്റോറൻറ്റിൻ്റെ പ്രൊജക്റ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പോൾ ഊട്ടി വഴിയും മസനഗുഡിയൊക്കെ ട്രെൻഡായി നിൽക്കില്ല. അപ്പോൾ ആ വഴി പോയി. അപ്പോൾ ബത്തേരിയിൽ ബദിർക്കാടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു ഫ്രണ്ട് പറഞ്ഞു, ഷെഫെ ഇതുവഴി ഞാനൊരു സ്റ്റോറിയൊക്കെ ഇടും പോകുന്ന വഴിക്ക്, അപ്പോൾ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പോൾ രാത്രി 9:30 അപ്പോൾ ബാംഗ്ലൂർക്ക് പോകുന്നതാണ്. അപ്പോൾ ശരി എനിക്ക് പോയി കളയാം. അതൊരു തമിഴ്നാട് കേരള ബോർഡറാണ്, വയനാട് പാട്ടവയൽ വഴി. അവിടെ ചെന്ന് നോക്കിയപ്പം ഒരു 10-15 ഡിഷ് രാത്രി 9:30 പോത്ത് വരട്ടിയത്, പോത്തിൻ്റെ ലിവർ ഫ്രൈ, എല്ല് കറി, അതിൻ്റെ കൂടെ കൊഞ്ച് റോസ്റ്റ്, മീൻ തവ ഫ്രൈ, അച്ചിങ്ങ കോവയ്ക്ക മെഴുക്ക് പുരട്ടി, മോര് കറി, 4-5 തരം അച്ചാറ്, ചോറ്, ചപ്പാത്തി, ഇതെല്ലാമായിട്ട് ഒരുക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത് നമുക്ക് കഴിക്കാൻ. രാത്രി 9:30 ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവർ നമ്മൾക്ക് സ്നേഹം, അപ്പോൾ അത് ഭയങ്കര നമുക്കായിട്ട് ഉണ്ടാക്കി തരികയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി രസകരമായ സംഭവങ്ങളുണ്ട്. ഇതൊരു ഡ്രൈ നമുക്ക് ചപ്പാത്തിക്ക് ഒരു സ്നാക്സ് ആയിട്ട് പെട്ടെന്ന് കഴിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ സ്റ്റഫ് ചെയ്യാനായിട്ട് എടുക്കാം. ഇത് വേണമെങ്കിൽ സമോസയ്ക്കകത്ത് നിങ്ങൾക്ക് ഫില്ലിംഗ് ആക്കാം, ദോശയ്ക്കകത്താക്കാം, അല്ലെങ്കിൽ ഒരു കാട്ടി റോൾസ് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ലഞ്ച് സ്നാക്സ് ആയിട്ടൊക്കെ കുട്ടിയൊക്കെ കഴിക്കണമെങ്കിൽ ഈ സ്വീറ്റ് പൊട്ടറ്റോ, ക്യാരറ്റ്, പംകിൻ, ഒരു ഡെയിലി പൊട്ടറ്റോ കഴിക്കുന്നതിന് പകരം പുതിയ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഡിഷ് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു രസമായിട്ട് തോന്നാറുണ്ട്. ഷെഫ് എഗ്രി ചെയ്യോ ഞാൻ പറഞ്ഞ വെജ് ബിരിയാണിയാണ് എന്ന് പറഞ്ഞാൽ ദി കോമൺ ഡിബേറ്റ്? അത് ശരിക്കും പറഞ്ഞാൽ വെജിറ്റബിൾ ആരും സമ്മതിക്കില്ല. വെജിറ്റബിൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ബിരിയാണി അല്ല, വെജിറ്റബിൾ പുലാവാണ്. എല്ലാവരും അത് പറയാറുണ്ട് നമ്മൾ വെജിറ്റബിൾ ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ. കാരണം ഈ ബിരിയാണിക്ക് ശരിക്കും മീറ്റും റൈസും കൂടെ, അത് പേർഷ്യയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഒരു സംഭവമാണ്. അത് ആ മീറ്റ് ഒരുപാട് സ്ലോ കുക്ക് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസൊക്കെ ആ ചോറിനകത്ത് ഇറങ്ങി ദം ചെയ്തിട്ട്, അത് പലതരത്തിലുള്ള ബിരിയാണി ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ മലബാർ ബിരിയാണി, അല്ലെങ്കിൽ തലശ്ശേരി ബിരിയാണി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൈദരാബാദ് ബോറി ബിരിയാണി, അല്ലെങ്കിൽ അവധി ബിരിയാണി, അങ്ങനെ ബിരിയാണി ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ ആമ്പൂർ ബിരിയാണി മുതൽ സ്റ്റാർ, മൾട്ടിപ്പിൾ, റാവുത്തർ ബിരിയാണി, എല്ലാത്തിനും വ്യത്യസ്തമായ ഫ്ലേവറാണ്. അപ്പോൾ അത്രമാത്രം ബിരിയാണിയുടെ ചോയ്സ് ഉണ്ടെങ്കിൽ വെജിറ്റബിളിനകത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, കുറച്ച് ക്യാരറ്റും, ഇപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്ന ക്യാരറ്റും ബീൻസും കോളിഫ്ലവറൂടെ ബോയിൽ ചെയ്ത് വെച്ചിട്ട് ഒരു മസാലക്കകത്തിട്ട് റൈസിനകത്തിട്ട് ഇളക്കി തന്നത് ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല, അത് ബിരിയാണി അല്ല. പിന്നെ നല്ല രീതിയിലൊക്കെ അങ്ങനെ അതേ രീതിയിൽ ഇപ്പോൾ ഞാൻ UK പോയപ്പോൾ നല്ല റെസ്റ്റോറൻറ്റ്സിൽ ആർട്ടിച്ചോക്ക് എന്ന് പറഞ്ഞൊരു വെജിറ്റബിൾ ഉണ്ട്, അതുപോലെ ചക്ക, ഇതിനെയൊക്കെ ശരിക്കും വലിയ പീസാക്കി എടുത്തിട്ട് ഈ മീറ്റിൻ്റെ കണക്ക് ട്രീറ്റ് ചെയ്തിട്ട് ദം ചെയ്തിട്ടുള്ള അതൊക്കെ ഒറിജിനൽ ബിരിയാണീസാണ്. വെജിറ്റബിൾ ബിരിയാണിയിൽ ആ ഒരു രീതിയിൽ ജെറുസലേം ആർട്ടിച്ചോക്ക്, അല്ലാതെ തന്നെ ആർട്ടിച്ചോക്ക്, അങ്ങനെ ഒരു വെജിറ്റബിൾ, സ്വീഡ് എന്നൊക്കെ പറഞ്ഞ പലതരം പച്ചക്കറികളൊക്കെ കുറച്ചുകൂടെ കുക്ക് ചെയ്താൽ ലോങ് ടൈം കുക്ക് ചെയ്തിട്ട് ഇതിനകത്ത് മസാലക്കകത്ത് ഇരുന്നിട്ട് പിന്നെ ആ റൈസിനെ കറക്റ്റായിട്ട് ദമ്മാക്കിയിട്ട് അങ്ങനെ ട്രീറ്റ് ചെയ്താൽ കറക്റ്റായിട്ട് വെജിറ്റബിൾ വരും. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചേന, ചേമ്പ്, കാച്ചിൽ, അതൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ കുറച്ചുകൂടെ കോളിഫ്ലവറോ അല്ലെങ്കിൽ ബ്രോക്കലിയോ ഒക്കെ വെച്ചിട്ട് ഇതേപോലെ ട്രീറ്റ് ചെയ്തിട്ട് ഈ റൈസിനെ ദം ചെയ്തിട്ട് വേണം അങ്ങനെ എടുക്കാം. അല്ലാതെ ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ ബോയിൽ ചെയ്തിട്ടുള്ള ബിരിയാണി അത് ബിരിയാണി അല്ല, അത് പുലാവാണ്.
വീട്ടിലൊക്കെ ഇപ്പോൾ അമ്മമാരൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊക്കെ ഇനി അഥവാ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തരുമായിരിക്കും. ചിലപ്പോൾ ഇത്തിരി കരിഞ്ഞു പോകും, ഇച്ചിരി ഉപ്പ് കുറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും പെട്ടെന്ന് കംപ്ലൈൻറ്റ് പറയരുത്. അവർക്കൊക്കെ മനസ്സങ്ങ് ഞാൻ എപ്പോഴും നല്ലതെന്നേ പറയും. അതെ, എപ്പോഴും പറയും. അപ്പോൾ പ്രേക്ഷകരോടുകൂടിയാണ് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഭാര്യ ഉണ്ടാക്കി തരുന്ന എല്ലാ ദിവസവും ഈ 21 മീല ഉണ്ടാക്കണം ഒരാഴ്ച ഒരാൾ കഴിക്കും. വീട്ടിലൊക്കെ അവർ കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കുമ്പം ഇടയ്ക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഡിഷ് ചിലപ്പം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞ് അവരെ ഒരു ഭക്ഷണം കൊള്ളില്ല എന്ന് ഉണ്ടാക്കിയെടുത്ത് മുഖത്ത് നോക്കി പറയുന്നത് അത്ര വലിയൊരു ഭീകരമായ ഒരു അവസ്ഥയില്ല. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ ഷെഫ്മാരുടെ ഒരിക്കലും വന്ന് അവർ പറയില്ല നല്ല ഇതൊക്കെ മിസ്റ്റേക്ക് ആർക്കും പറ്റും. ഇപ്പൊ ഷെഫിന്റെ വീട്ടിൽ മോദിജി വരികയാണെങ്കിൽ ഷെഫ് എന്തായിരിക്കും ഉണ്ടാക്കി? അദ്ദേഹത്തിൻ്റെ ഞാൻ കേട്ടിട്ടുള്ളൂ, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മഷ്റൂം ഉണ്ട്, മോറൽ മഷ്റൂം എന്നാണ് പറയുക. അത് കാശ്മീരിലൊക്കെയാണ് കിട്ടുക. ഭയങ്കര എക്സ്പെൻസീവാണ്, ഗുച്ചി എന്നാണ് ഹിന്ദിയിൽ പറയുക. അത് ഈ മഞ്ഞിനടിയിൽ ഇങ്ങനെ ഈ മഷ്റൂം ഉണ്ടായിട്ട് കുറേ നാൾ മഞ്ഞിന് അടിയിൽ കിടക്കും. പിന്നെ മഞ്ഞ് ഉരുകിയതിന് ശേഷം അത് പോയി കളക്ട് ചെയ്യും. ആ മഷ്റൂമാണ്, അതുകൊണ്ടാണ് ഇതിന് ഇത്രമാത്രം വില. അത് ഫ്രൈ ചെയ്തിട്ട് പനീറൊക്കെ ആക്കിയിട്ട് അദ്ദേഹത്തിന് പനീർ ഗുച്ചി മഷ്റൂം ഭയങ്കര ഇഷ്ടമെന്ന് കേട്ടത്. അതെന്തായാലും വാങ്ങിച്ചു കൊണ്ടായി കൊടുക്കും. വീട്ടിലല്ല, റെസ്റ്റോറൻറ്റിൽ വന്നാൽ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ സദ്യ അത് ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടും. കേരളത്തിൻ്റെ സദ്യ അത്രമാത്രം വ്യത്യസ്തമാണ്, ഭയങ്കര ഡിഫറെൻറ്റ് കളേഴ്സ്. അതുകൂടാണ്ട് എത്ര വൈവിധ്യമായിട്ടുള്ളൊരു സദ്യ. ഇലയ്ക്കകത്ത് ചോറും പരിപ്പും പപ്പടവും നെയ്യും, അത് കഴിഞ്ഞിട്ട് ഈ പച്ചടി, കിച്ചടി, തോരൻ, അവിയൽ, കൂട്ടുകറി, പിന്നെ സാമ്പാർ, പുളിശ്ശേരി, രസത്തിൽ പായസമൊക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും വീഴും. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള സമയമായി. ടേസ്റ്റ് ചെയ്യാം. സോ സ്വീറ്റ് പൊട്ടറ്റോ പംകിൻ ക്യാരറ്റ് മസാല. ഇത് കൂടാണ്ട് നമ്മുടെ ഷോയിൽ ഒരാളൂടെ വരും, ഒരു ഗസ്റ്റ് കൂടെ വരും, ഈ ഫുഡിനെ കുറിച്ച് താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള ഒരു ഗസ്റ്റ്. അപ്പോൾ ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്, നമുക്ക് അതിഥിയും കൂടെ ഇതിന് ശേഷം സ്വീകരിക്കാം. ഇത് കൊടുക്കില്ല, കൊടുക്കാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അയാൾ ഒരു ഡിഷ് കൂടെ കൊണ്ടുവരുന്നുണ്ട്, അതുകൂടെ കഴിക്കാൻ നമുക്ക്. എന്താണെന്നറിയില്ല, നമുക്ക് നോക്കാം. എനിക്ക് മധുരം കിട്ടുന്നുണ്ട്, എരിവ് കിട്ടുന്നുണ്ട്. ഓ അടിപൊളി. എന്നുവെച്ചാൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കുറേ ഫ്ലേവേഴ്സ്. കാരണം നമ്മൾ ആ ഒരു ടെമ്പറിങ്ങിനകത്ത് തന്നെ ചെറിയ ഉള്ളി ബട്ടറിനകത്ത് സോട്ട് ചെയ്തു, അതിനകത്ത് ഇഞ്ചിയും അതുപോലെ ഉഴുന്ന് പരിപ്പിൻ്റെയും കൂടെ ഒരു കടുകൂടെ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന വത്തൽമുളക്, അതെല്ലാത്തിൻ്റെയും കൂടെ ഈ സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് പ്രത്യേക ഒരു സ്വാദുണ്ട്. അടുത്ത തവണ ദോശ വീട്ടിൽ ഉണ്ടാക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ ആണെങ്കിൽ ഈ ഒരു ഡിഷ് ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണ്. സ്വീറ്റ് പൊട്ടറ്റോ ബോയിൽ ചെയ്ത് വെക്കുക, അതുപോലെ ഒരു ബട്ടറിനകത്ത് കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞ ക്യാരറ്റും പംകിനും കൂടെ നന്നായിട്ട് സോട്ട് ചെയ്യുക. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉഴുന്ന് പരിപ്പും വത്തൽമുളകും ചുമന്നുള്ളിയും പച്ചമുളക് ഇട്ട് വയറ്റിലേക്ക് ഈ പൊട്ടറ്റോ ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിനകത്ത് ഇത് മിക്സ് ചെയ്താൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ ഈ മസാല റെഡി. കുറച്ച് മല്ലിയില വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. അതാണ് ഇത്രയും ടേസ്റ്റ് ആയിട്ട് ഞാൻ ക്യാരറ്റും പംകിനും ഒന്നും കഴിച്ചിട്ടില്ല. മനസ്സപ്പം പൊട്ടറ്റോ മസാല ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടിപൊളി, താങ്ക് യു. പിന്നെ ഇനി ഇതിനകത്തൊരു വേറെ രസം വെച്ചാൽ നമ്മുടെ ഷോയ്ക്കകത്ത് ഒരാളുടെ വരാനുണ്ട്. കരുനാഗപ്പള്ളിക്കാരനായിട്ടുള്ള ആരോമൽ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. 8ലോ 7ലോ പഠിക്കുകയാണ്. അപ്പോൾ ചെറുപ്പം മുതലേ ഷെഫ് ആവാനായിട്ട് ആഗ്രഹിച്ച് ഇങ്ങനെ ഇൻസ്പയർ ആയിട്ട് നിൽക്കുന്ന ഒരാളെ കഥ നമ്മൾ കേട്ടു. അപ്പോൾ വരികയാണ്. അപ്പോൾ അദ്ദേഹം എന്തോ സംഭവം ഉണ്ടായിക്കൊണ്ട് വരുന്നത്. കൊച്ചു കുട്ടി വരെ അതൊക്കെ 4ാം ക്ലാസ് മുതലേ ഷെഫ് ആവാൻ വേണ്ടിയിട്ട് നിന്ന് ട്രൈ ചെയ്ത് വീട്ടിൽ ഒരുപാട് ഭക്ഷണമൊക്കെ അമ്മയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടാക്കിയ കഥകളൊക്കെ നമ്മൾ കേട്ടു കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം ആരോമൽ. എൻ്റെ പേര് ആരോമൽ എന്നാണ്. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ കൊല്ലം ജില്ലയിലാണ് വരുന്നത്. കുക്കിംഗ് ചെയ്യാൻ തുടങ്ങിയത് 10 വയസ്സ് തൊട്ടാണ്. കൊറോണ ടൈമിലാണ്. ഞാൻ ആദ്യമേ കുക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചി ഇരുന്ന് ഇങ്ങനെ കൊറോണ ടൈമിൽ കുക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ അത് കണ്ട് ചെയ്ത് ഇങ്ങനെ കുക്കിംഗ് പഠിച്ചേ. ഞാൻ ആദ്യമായിട്ട് കുക്ക് ചെയ്ത ഡിഷ് എന്ന് പറഞ്ഞാൽ ഒരു കൊഞ്ചിൻ്റെ ഒരു ഫ്രൈ ആണ്. വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ എന്നാലും ഉപ്പ് അങ്ങനെ എല്ലാം കുറവായിരുന്നു. പിന്നെ ഒരു വട്ടൂടെ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റായി. എൻ്റെ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഞാൻ കുറേ കുക്ക് ചെയ്യുമായിരുന്നു. ചിലതൊക്കെ വിജയിക്കും, ചിലതൊക്കെ ഫ്ലോപ്പ് ആവുമായിരുന്നു. കൊറോണ സമയത്ത് ഞാൻ പിന്നെ ഫോൺ എടുത്തായിരുന്നു. ഇങ്ങനെ ഫുഡിനെ കുറിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഷെഫുള്ള സാറിൻ്റെ ഒരു വീഡിയോ കണ്ടത്. അങ്ങനെ ആ സാറിൻ്റെ പിന്നെ ചാനലിൽ കയറി നോക്കി സാറിൻ്റെ ഡിഷസ് എല്ലാം നോക്കി പിന്നെ അത് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സാറിനെ കാണണമെന്ന് പറഞ്ഞ് ഇരുന്നത്. സാറിന് വേണ്ടി ഞാൻ ഇന്നൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഹായ് സാർ. ഓ, ഇതെന്താണ് ഇത്? വലിയ സംഭവങ്ങളൊക്കെയാണല്ലോ ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കുന്നത്. ഇതെന്തൊക്കെയാണ് സംഭവം? ഇതെന്താണ് പേര് പറയൂ? ഇത് ചിക്കൻ 65, ജപ്പാൻ ചിക്കൻ. ഇത് നീ ഉണ്ടാക്കിയതാണ്? വാങ്ങിച്ചോണ്ടൊന്നല്ല. അല്ല, ഞാൻ ഉണ്ടാക്കിയതാ. ജപ്പാൻ ചിക്കൻ. എന്താണ് ജപ്പാൻ ചിക്കൻ? എവിടെ നിന്ന് കിട്ടി? റെസിപ്പി എവിടെ നിന്ന് കിട്ടി? റെസിപ്പി ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ വേറൊരു ഷെഫ് ഉണ്ടാക്കുന്നുണ്ട്. കണ്ടാ, നിങ്ങൾ ഇൻസ്റ്റയിൽ നോക്കിയിട്ട് കേക്ക് ഉണ്ടാക്കി കൊണ്ടുപോയി ചളവാക്കി ഇത് ജപ്പാൻ ചിക്കൻ വരെ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ വന്നേക്കുന്നത്. എന്താണ് ഷെഫ് ആവാനാണോ ആഗ്രഹം? ഷെഫാണ്. എപ്പം പോലെ? എന്ന് തൊട്ട്? ഞാനൊരു 4ാം ക്ലാസ് കഴിഞ്ഞോട് തൊട്ട്
ഷെഫ് ആവാനാണ് ആഗ്രഹം. അതെങ്ങനെയാണ്? വീട്ടിൽ അമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണം കണ്ടിട്ടാണോ അതിലെ ഭക്ഷണം ഇഷ്ടപ്പെട്ടിട്ടാണോ? എന്തുകൊണ്ടാണ് പാചകിക്കാൻ താല്പര്യം വന്നത്? ഞാൻ ചേച്ചിയുടെ കൂടെ ചേച്ചി ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു ഇങ്ങനെ കണ്ട് ട്രൈ ചെയ്ത്. അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കി ചേച്ചി ഉണ്ടാക്കുന്ന നോക്കി ഉണ്ടാക്കാൻ പഠിച്ചേ. പിന്നെ കൊറോണ ടൈമിലാകുമ്പോ ഇച്ചോടെ സമയം കിട്ടി. അതാകുമ്പോ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി നോക്കി. ഓക്കെ, അപ്പൊ ഷെഫ് ആവണം വീട്ടുകാർക്കൊക്കെ സമ്മതമാണോ? ഷെഫ് എല്ലാരും സപ്പോർട്ടാ, ഫാമിലി ആയാലും എല്ലാരും. ഇതെങ്ങനെ ജപ്പാൻ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കി? ഇതെന്താണ് സംഭവം എന്ന് പറയൂ. എല്ലില്ലാത്ത ചിക്കനാണ് വേണ്ടത്. അത് അത്യാവശ്യം ചെറിയൊരു പീസ്. എന്നിട്ട് അതിനകത്തോട്ട് സാൾട്ട്, വൈറ്റ് പെപ്പർ, കോൺഫ്ലവർ, മൈദ ഇതെല്ലാം കൂടി ഇട്ട് പെരട്ടി ഇച്ചിരി വെള്ളമോടെ വെച്ച് പെരട്ടി ഇച്ചിരി നേരം വെക്കണം. എന്നിട്ട് അത് ആവുമ്പോ പാനിൽ അത്യാവശ്യം നല്ലോണം സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. എന്നിട്ട് ഈ മാഗ്നേഷൻ വെച്ച് എടുത്ത് വറുത്ത് അത്യാവശ്യം ഒരു ഗോൾഡൻ കളർ ആവുമ്പോഴത്തേക്ക് എടുത്ത് മാറ്റണം. അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, എന്നിട്ട് അത് പൊടിച്ച് മാറ്റി വെക്കണം. എന്നിട്ട് ഒരു പാൻ എടുത്ത് അതിനകത്ത് അത്യാവശ്യം ബട്ടർ, പിന്നെ നടുക്കുന്ന കീറിയ പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ഇങ്ങനെ കിരികിരാന്നരിഞ്ഞിട്ട് ഇത് ബട്ടറിലിടണം. രണ്ടും കൂടെ അത്യാവശ്യം പഠിക്കാണ്ട് സകലമാന റീൽസും കണ്ട ഒരാളാണെന്ന് എനിക്ക് ഈ വർത്താനം. കിരികിരാന്നരിയണം, അതുപോലെ നടുക്കുന്ന മുറിച്ച്, ഇതൊക്കെ നല്ല രീതിയിൽ കറക്റ്റായിട്ട് ട്രെയിൻഡ് ആയി ഓൾറെഡി. ഒരു ഷെഫിന്റെ കണക്ക് ഓൾറെഡി ഇപ്പൊ ഉള്ള ഷെഫുമാർ പോലും ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഡൗട്ടാണ്. അപ്പൊ ഇത് ഈ ഒരു പ്രായത്തിൽ ഇതൊക്കെ ബാക്കി പറഞ്ഞോ. എന്നിട്ട് ഇളക്കി അതും ഒന്ന് ഗോൾഡൻ അത്യാവശ്യം ഒന്ന് വറുത്ത് വരുമ്പം 2 കപ്പ് പാൽ ഒഴിക്കണം. പാൽ ഒഴിച്ച് അതൊന്ന് കുറുക്കണ്ട, ഒന്ന് ഇതായി വരും. തിളച്ച് വരുമ്പോൾ ഈ വറുത്ത് വെച്ച ചിക്കൻ അതിനകത്തോട്ട് ഇടണം. അതും ഒന്ന് ഇളക്കി അത്യാവശ്യം ഒന്ന് ആയി വരുമ്പോൾ മറ്റേ അരച്ചു വെച്ച അണ്ടിപ്പരിപ്പ് എടുത്ത് അതിനകത്തോട്ട് ഇടണം. എന്നിട്ട് അത്യാവശ്യം നല്ലോണം ഇളക്കി ഒന്ന് കുറുക്കി അത്യാവശ്യം ഒരു പേസ്റ്റ് രൂപമാകുമ്പോൾ എടുത്ത് സെർവ് ചെയ്യാം. എന്താണ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് പ്രൊഫഷണലായിട്ട് പഠിച്ച ഒരു ഷെഫ് ആവാനാണോ ആഗ്രഹം? ഓക്കെ, അതാണ്. അപ്പൊ വീട്ടുകാരൊക്കെ റെഡിയാണ് ഈ പ്രൊഫഷൻ? എല്ലാവരും സപ്പോർട്ടാണ്. അപ്പോൾ ഒരു ഷെഫ് ആവാനുള്ള എൻ്റെ ചലഞ്ചും അതിൻ്റെ അകത്ത് കിച്ചണിനകത്തൊക്കെ പോയി ഇത്രയും ചൂട് ഭയങ്കര, ഇത് പറയുന്ന പോലെ ഭയങ്കര നമ്മൾ വിചാരിക്കും ടി വിയിലൊക്കെ കാണുന്ന പോലെ അതല്ല. ഒരു റിയൽ കിച്ചൺ എന്ന് പറഞ്ഞാൽ പൊള്ളും, ദേഹത്ത് ചൂട്, വെയിറ്റ്, അതൊക്കെ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ കണ്ട്. ഇവിടെ കടുകിട്ടപ്പോൾ 2 കിലോമീറ്റർ ദൂരെ പോയി നിന്നിട്ടാണ് പാട്ട് വരെ പാടിയത്. അതൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാനസികമായിട്ട് റെഡിയാണ്. കിച്ചണിലെ ചൂടും ഭയങ്കര പ്രഷറായിട്ട് ഒരു 100-200 പേരുടെയൊക്കെ ഓർഡർ ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ വരും. കയോട്ടിയൊക്കെ ഇങ്ങനെ വരുന്ന വിളിച്ച് പറയുമ്പോൾ ആ ഷെഫ് ഷൗട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓരോ ഡിഷുകൾ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങളിങ്ങനെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വലിയൊരു ഷെഫായിട്ട് മാറുന്നത്. അതൊക്കെ റെഡിയാണ്. അപ്പോൾ ഭാവിയിൽ വലിയൊരു ഷെഫ് ആവാൻ പോകുന്ന ആരോമലാണ്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻ ബ്രോ. അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ലൊരു ഷെഫായിട്ട് മാറട്ടെ. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യട്ടെ നമ്മൾ. ഓക്കെ, ഇത് വെളുത്തുള്ളിയൊക്കെ കേട്ടോ. ആരോമലിൻ്റെ ചിക്കൻ 65 നന്നായിട്ട് മസാലയൊക്കെ ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് ഗാർലിക് തൊലിയോടുകൂടി സ്കിന്നോടുകൂടി ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു ലെഗ് പീസ് തന്നെ എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പോകും. എത്ര കൊടുക്കും? 10ൽ 8.5. അപ്പോൾ നിങ്ങളെല്ലാവരെയും സാക്ഷി നിർത്തി ജപ്പാനീസ് ചിക്കൻ, ഇതും എല്ലില്ലാത്ത പീസാണ്, ചെറുതായിട്ട് കുനുകുന അരിഞ്ഞ ചിക്കൻ. അടിപൊളി കേട്ടോ, സൂപ്പർ. ആരോമലിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഈ റെസിപ്പി ഒന്നുകൂടെ വീഡിയോ ആയിട്ട് നീട്ട് കാണിക്കുക. അപ്പോൾ പ്രേക്ഷകർക്ക് ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നമുക്കൊരു ചൈനീസ് ടേസ്റ്റൊക്കെ തോന്നുമെങ്കിലും ഒരു അടിപൊളി സംഭവമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഞാൻ ഇപ്പോൾ ചെറിയ ഷെഫ് അല്ലയോ, സാറിന് എന്തെങ്കിലും ഉപദേശം വല്ലതും തരാനുണ്ടോ? ഓൾറെഡി പുള്ളി ഷെഫായി. അപ്പോൾ 8ാം ക്ലാസ് പഠിക്കുകയാണ്. ഇനി ഒരു 4 വർഷം 9, 10, +2 വരെ നന്നായിട്ട് പഠിച്ചിട്ട് ഇതുപോലെ ഒരു നല്ലൊരു കൾണറി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഏറ്റവും നല്ല, ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ തന്നെ IHM ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോവളം, അല്ലെങ്കിൽ ചെന്നൈയിൽ, ബോംബെയിൽ, ഡൽഹി. അപ്പോൾ അതിനൊരു എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസ് പഠിച്ചിട്ട് 4 വർഷത്തെ ഡിഗ്രി എടുത്ത് കൾണറി സ്പെഷ്യലൈസ് ചെയ്തിട്ട് പിന്നീട് ഒരു 6 മന്ത് അതിൻ്റെ ഇടയിൽ ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു 6 മന്ത് ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഏതെങ്കിലും വലിയൊരു ബ്രാൻഡിൽ ട്രെയിനിയായിട്ട് കയറി പിന്നീട് കോമി 3rd എന്ന് പറഞ്ഞൊരു ജോലിയാണ് ഏറ്റവും ആദ്യം ഒരു ഷെഫിൻ്റെ കിട്ടേണ്ടത്. അപ്പോൾ കോമി 3rd ആയിട്ട് വന്നു. പിന്നീട് കോമി 2 ആയി, കോമി 1st ആയി, പിന്നീട് ഡെമ്മി ഷെഫ് ഡിപ്പാർട്ടി ആയി, പിന്നീട് ഷെഫ് ഡിപ്പാർട്ടി ആയി. അത് കഴിഞ്ഞ് CDP ആയി, സീനിയർ CDP ആയി, പിന്നീട് ജൂനിയർ സൂഷെഫായി, പിന്നീട് സൂഷെഫായി, സീനിയർ സൂഷെഫായി, പിന്നീട് ഷെഫ് ഡി ക്വിസിനായി, ഹെഡ് ഷെഫായി, എക്സിക്യൂട്ടീവ് ഷെഫായി, കൾണറി ഡയറക്ടറായിട്ട് മാറട്ടെ. ഇതാണ് എൻ്റെ ഒരു കരിയർ. അപ്പോൾ ഇതാണ് ഒരു പ്രോസസ്സ്. അതിൻ്റെ ഒരു പിന്നീട് സ്വന്തമായിട്ട് കുറേ നാളൊക്കെ കഴിഞ്ഞ് എക്സ്പീരിയൻസ് ആയിട്ട് സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ്സ് തുടങ്ങാം, അല്ല ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ വലിയ ഷിപ്പിൽ പോയി പണിയെടുക്കണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ഓപ്പർച്യൂണിറ്റി അൺലിമിറ്റഡ് ആണ്. അപ്പോൾ ഷെഫ് ആവാൻ താല്പര്യമുള്ളവരൊക്കെ ഇതുപോലുള്ള ഒരു +2 കഴിഞ്ഞിട്ട്
IHM അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 4 years culinary കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് ജോലിക്ക് വരാനാണ്. മാനസയ്ക്ക് എന്ത് തോന്നുന്നു ഇതുപോലെ ഒരാൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ പറയുന്നത് കണ്ടിട്ട്? എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. 4th grade എനിക്ക് ടിഫിൻ പോലും തുറക്കാൻ നേരെ തുറക്കാനറിഞ്ഞു. അപ്പോൾ ആ വയസ്സിൽ അവൻ കുക്കിംഗ് തുടങ്ങി എന്ന് പറയുമ്പോൾ താങ്ക് യു മാനസ, താങ്ക് യു സോ മച്ച്. പുതിയൊരു വർഷം ഈ 2024 നമ്മളും നിങ്ങളുടെ ഒപ്പം ആ ഒരു തെലുങ്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഈ വർഷം മുഴുവൻ ഒരുപാട് പുതിയ പ്രൊജക്റ്റുകൾ ഇഷ്ടപ്പെടുന്ന ഒക്കെ വരട്ടെ. അതുപോലെ അരോമൽ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു ഷെഫായിട്ട് ഉറപ്പായിട്ട് നമ്മുടെയൊക്കെ മെൻറ്റർഷിപ്പ് ഉണ്ടാവും. അപ്പോൾ ഇപ്പം പഠിക്കാനായിട്ട് നന്നായിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. 10th ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിച്ച് +2 നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് നമുക്കൊരു വലിയൊരു ഷെഫായിട്ട് മാറാം. ഓക്കെ, ഗോൾഡ് വിന്നർ പ്രസൻസ് മാസ്റ്റർ ഷെഫ് പിള്ളയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു പുതിയൊരു എപ്പിസോഡും പുതിയ ഗസ്റ്റായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. താങ്ക് യു.